ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വയനാട് കുടജാദ്രി ട്രിസിൽ ഹോം സ്റ്റേ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഈ പഴയ തറവാട് സ്ഥിതി ചെയ്യുന്നത് വയനാട് കമ്പളക്കാടിൽ നിന്നും പോയി കഴിഞ്ഞാൽ കണിയാമ്പറ്റ എന്നുള്ളൊരു പ്ലേസ് ഉണ്ട്. അതിൻ്റെ വലത് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു പഴയ തറവാട്ടിലേക്കാണ് എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ കാലത്തുള്ള ഓർമ്മകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പഴയ ചെമ്പരത്തി അങ്ങനെയുള്ള ഒരുപാട് ചെടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. കുട്ടികളൊക്കെ നന്നായിട്ട് ആകർഷിക്കാൻ വിധത്തിൽ അവരതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പുതിയ റിസോർട്ടുകളൊക്കെ തേടി പോകുമ്പോൾ ഈ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു വരിക, അത് അടിപൊളിയായിട്ടുള്ളൊരു ഓർമ്മ തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ ചെന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ സ്റ്റേക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ 8 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഇത് 150 വർഷക്കാലം പഴക്കമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഭാഗങ്ങളൊക്കെ റെനോവേഷൻ ചെയ്തിട്ടുണ്ട്, അതായത് നവീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം കേട്ടോ. റൂമിൽ നമുക്ക് 6 പേർക്ക് കിടക്കാം, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. 6 പേർക്ക് നല്ല ഈ സൈഡിലായിട്ടും ഒരു ചെറിയൊരു കട്ടിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ പിന്നെ സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് കേട്ടോ അത്. ഇതൊരു മറ്റേ റൂമാണ്. എല്ലാത്തിലും നല്ല സൗകര്യങ്ങളുണ്ട്. വാഷ്റൂം ആവട്ടെ ഒക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ വാഷ്റൂമിൻ്റെ അപ്പുറത്തുള്ളൊരു ഏരിയ ആണിത്. നമുക്കൊരു കബോർഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇതാണ് ടോയ്ലറ്റ്, എല്ലാം നല്ല നീറ്റുണ്ട്. നമുക്ക് പിന്നെ വെള്ളത്തിന് പിന്നെ ചൂടുവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഉടമസ്ഥന് ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവർ നമ്മളോട് കൂടെ തന്നെ ഉണ്ടാകും, നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ്, ഈ റൂമിലാണ്, ഇതല്ല കേട്ടോ, ഇപ്പുറത്തുള്ള റൂമിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ പോരും വരെ അവർ നമ്മുടെ കൂടെ തന്നെ നിന്ന് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ അവരും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ കാണിക്കാം. പിന്നെ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതൊരു മറ്റൊരു റൂമാണ് കേട്ടോ. മറ്റൊരു റൂമിലുള്ളൊരു പിന്നെ കാഴ്ചയാണ് ഈ കാണുന്നത്. എല്ലാത്തിലും എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഇവർക്കൊരു 50 ഏക്കറോളം ഒരു പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ ആ വീടിൻ്റെ ഉടമസ്ഥന്. അപ്പോൾ നമ്മളെ കൂടെ തന്നെ ഇവർ നന്നായിട്ട് സഹകരിച്ചു കൊണ്ട് നിൽക്കുകയാണ്, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ താഴെ അവർക്കുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടേക്ക് താഴേക്ക് കൊന്നിറങ്ങി. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം, അതായത് പാടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ പിന്നെ വിദേശികളായ ആളുകൾക്കൊക്കെ വന്നാൽ നമ്മൾ യോഗ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കാഴ്ചകളും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു പോവാണ്. അപ്പോൾ ഇവിടുത്തെ പച്ചപ്പാർന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വയനാട് പോകുന്നവരാണെങ്കിൽ ഈ ഒരു പ്ലേസിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മക്കളൊക്കെ കൂട്ടി കൊണ്ടുപോവുക. ഇങ്ങനെ പഴമയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അടിപൊളി പ്ലേസാണ് കേട്ടോ. നമുക്ക് മോർണിംഗിലൊക്കെ അവിടുത്തെ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പിന്നെ ഇവിടെയൊക്കെ നടന്ന് കണ്ടതിൻ്റെ ശേഷം അങ്ങോട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തുള്ള പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.